ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് SSC CGL 20 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഒരു ഇംഗ്ലീഷ് പ്രിപ്പറേഷൻ ബൂസ്റ്റർ സെഷനാണ് നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, SSC CGL ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ എന്നുള്ള ഭാഗം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അല്ലേ. അപ്പം വിത്ത് ഗുഡ് പ്രിപ്പറേഷൻ വിൽ ബി ഏബിൾ ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ ദിസ് സെക്ഷൻ. ഓക്കെ, അപ്പം കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള അവയർനെസ്, ഓക്കെ, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാനായിട്ട് പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിന് പ്രിപ്പയർ ആയിട്ടിരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഈസി ടു സ്കോർ ഗുഡ് മാർക്സ് ഓവർ ഹിയർ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണിത്. So we'll be discussing various previous year questions over here related to English. Okay, so without any delay, let's start the session, and I am here, Shweta, along with you. Okay, so here is the first question. See, ഇത് തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇതിനെ നമുക്ക് പാസീവ് വോയിസിലോട്ട് മാറ്റണം. ഓക്കെ, സോ ദിസ് ഇസ് എ വോയിസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കാം. പ്രിയ വാഷസ് ഹെർ ക്ലോത്ത്സ് ഇൻ ദ ഈവനിങ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടെൻസിലാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നോക്കൂ, വേർബിൽ വാഷസ് എന്നുള്ള വാക്കാണുള്ളത് അല്ലേ. സോ ദിസ് ഇസ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഓക്കെ, അപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസ് വരുന്ന സമയത്ത് അതിനെ നമ്മൾ പാസീവിലോട്ട് മാറ്റുമ്പം എങ്ങനെ വരും? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്നതിൻ്റെ കൂടെ V3 ഫോം ഓഫ് ദ വേർബ് ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസസ് നമുക്കൊന്ന് നോക്കാം. സി, ദ ക്ലോത്ത്സ് വാസ് വാഷ്ഡ്. ഓക്കെ, ഇവിടെ ക്ലോത്ത്സ് ഈസ് വാഷ്ഡ്, ഇവിടെയോ ക്ലോത്ത്സ് ആർ വാഷ്ഡ് ആൻഡ് ക്ലോത്ത്സ് വെയർ വാഷ്ഡ്. ഓക്കെ, അപ്പം നമുക്കറിയാം പ്രിയ എന്നുള്ളത് അവസാന ഭാഗത്തേക്കും ലൈക്ക്വൈസ് ക്ലോത്ത്സ് എന്നുള്ളത് ആദ്യ ഭാഗത്തേക്കും വരും നമ്മൾ ഈ സെൻറ്റൻസിനെ പാസീവിലോട്ട് മാറ്റുന്ന സമയത്ത് അല്ലേ. സോ ദ ക്ലോത്ത്സ് എന്നുള്ളത് ആദ്യ ഭാഗത്ത് വന്നു. ഇനി ക്ലോത്ത്സ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. സോ ക്ലോത്ത്സ് എന്നുള്ളത് പ്ലൂരൽ ആണ്. സോ ഈസ് ആം ആർ ഇത് മൂന്നെണ്ണത്തിൽ പ്ലൂരലിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ട പ്ലൂരൽ വേർബ് ഏതാണ്? ഇറ്റ് ഈസ് ആർ അല്ലേ. അപ്പോൾ ആറിൻ്റെ യൂസേജ് വരുന്ന അതുപോലെ ലൈക്ക് വാഷ് എന്നുള്ള വാക്കിൻ്റെ V3 ഫോം എന്താണ്? ഇറ്റ് ഈസ് വാഷ്ഡ്. അപ്പം ആർ വാഷ്ഡ് എന്നുള്ള ഫോം വരുന്നതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കേ, വാസ് വാഷ്ഡ് അല്ല, ഈസ് വാഷ്ഡ് അല്ല, ആർ വാഷ്ഡ് ആണ് ആൻഡ് വെയർ വാഷ്ഡ് അല്ല. സോ ഓവർ ഹിയർ അവർ ആൻസർ ഇസ് ഓപ്ഷൻ സി. ക്ലിയർ? നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ദ ഡോക്ടർ ഡയറക്റ്റഡ് ദ നേഴ്സ് ടു അഡ്മിനിസ്റ്റർ ആൻഡ് ഡാഷ് മെഡിസിൻ ടു ദ പേഷ്യൻറ്റ്. ഓക്കെ, അപ്പം ഡോക്ടർ നേഴ്സിനോട് എന്താണ് പറഞ്ഞത്? ലൈക്ക് ഒരു മെഡിസിൻ അല്ലെ, പേഷ്യൻറ്റിന് ഒരു മെഡിസിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പം എന്ത് മെഡിസിൻ ആണ് എന്നതാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഈസ് ഇറ്റ് എൻ ഒഫീഷ്യൽ മെഡിസിൻ ഓർ എമിനൻറ്റ് മെഡിസിൻ ഓർ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഓർ ഇൻസൈറ്റ്ഫുൾ മെഡിസിൻ? ഓക്കെ, സോ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് ഓൾട്ടർനേറ്റീവ്. ഓക്കെ, അപ്പം ഇപ്പം നിലവിൽ യൂസ് ചെയ്യുന്ന മെഡിസിന് പകരമായിട്ട് മറ്റൊരെണ്ണത്തിന് യൂസ് ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഓവർ ഹിയർ. ഓക്കെ, അപ്പം ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റഡ് ടു ഓഫീസ് ആണ്. എമിനൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എമിനൻറ്റ് എന്ന് പറയും. എമിനൻറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇൻസൈറ്റ്ഫുൾ എന്ന് പറഞ്ഞാലോ ഡീപ്പ് ആയിട്ടുള്ള നോളജ് ഉള്ള ഒരാളെ നമുക്ക് ഇൻസൈറ്റ്ഫുൾ എന്ന് പറയാം അല്ലേ. സോ ഇവിടെ ഇത് മൂന്നും സ്യൂട്ടബിൾ അല്ല. നമുക്ക് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന വാക്ക് ഇറ്റ് ഇസ് ഓൾട്ടർനേറ്റീവ്, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ക്ലിയർ? നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇത് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ പീസ് ഓഫ് എ ലിവിങ് ടിഷ്യൂ ഓർ പ്ലാന്റ് ദാറ്റ് ഇസ് ട്രാൻസ്പ്ലാന്റഡ് സർജിക്കലി. ഓക്കെ, അപ്പം സർജിക്കലി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു ലിവിങ് ടിഷ്യൂവിൻ്റെ ഒരു പീസ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് പീസ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഒറ്റ വാക്കിൽ നമുക്ക് എന്ത് വിളിക്കാം എന്നതാണ് ചോദ്യം. ഈസ് ഇറ്റ് ഗ്രേറ്റസ് ഓർ ഗോർമെന്റ് ഓർ ഗ്രേഷ്യസ് ഓർ ഗ്രാഫ്റ്റ്? ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഇങ്ങനെയുള്ള വേർഡ്സ് കേട്ടിട്ടുണ്ടാവും അല്ലേ, ലൈക്ക് ബഡിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിംഗ് എന്നുള്ള വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഗ്രാഫ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ലൈക്ക് പ്ലാന്റിൻ്റെ ഒരു ഭാഗത്തെ മറ്റൊരു പ്ലാന്റിൻ്റെ ഭാഗത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ തരം ലൈക്ക് പ്ലാന്റ് ടൈപ്പിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഹിയർ അവർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ഗ്രാഫ്റ്റ്.
ഓക്കെ, സോ ഗ്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ഫ്രീ. ഓക്കെ, ഫ്രീ ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഗ്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാലോ, സി ഇഫ് യു ആർ സ്പീക്കിംഗ് അബൌട്ട് എ പേഴ്സൺ, ഓക്കെ, ഒരു പേഴ്സന്റെ കാര്യത്തിലാണ് നമ്മൾ ഈ ഗവൺമെന്റ് എന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ഹി വിൽ ബി സ്പെഷ്യലൈസ്ഡ് ഇൻ മേക്കിംഗ് ഗുഡ് ഫുഡ്. ഓക്കെ, നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന, നല്ല ഭക്ഷണം കഴിക്കുന്ന, നല്ല ഭക്ഷണത്തോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെയാണ് നമ്മൾ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രേഷ്യസ് എന്ന് പറഞ്ഞാലോ, വളരെ ലൈക്ക് പ്ലസന്റ് ആയിട്ടുള്ള, അല്ലെ, വളരെ ഗ്രേഷ്യസ് സ്റ്റെപ്സ് ഇൻ ഡാൻസിങ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെ, ഗ്രേസോട് കൂടിയ ഒന്നിനെയാണ് നമ്മൾ ഗ്രേഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ our answer is option D. ഓക്കെ, അടുത്തത് നോക്കിക്കേ. തന്നിരിക്കുന്നത് പാസീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് ആണ്. ഇതിന്റെ കൃത്യമായിട്ടുള്ള ആക്റ്റീവ് ഫോം ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ ദി ഗിവൻ സെന്റൻസസ്, ദ ക്ലോത്ത്സ് വിൽ ബി ഡെലിവേർഡ് ബൈ ദ ഷോപ്പ് ഓൺ മൺഡേ. ഓക്കെ, മൺഡേ ഷോപ്പിലോട്ട് ക്ലോത്ത്സ് ഡെലിവർ ചെയ്യപ്പെടും. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ ലൈക്ക് ഫോക്കസ് ചെയ്യേണ്ടത് വിൽ ബി എന്നുള്ള വാക്കിന്റെ ആ ഒരു ഫ്രേസിന്റെ യൂസേജ് ആണ്. ഓക്കെ, അപ്പം പാസീവ് വോയിസിൽ വിൽ ബി എന്നുള്ളത് വരുന്ന സമയത്ത് ഇത് ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റുന്ന സമയത്ത് വിൽ ആയിട്ടാണ് മാറുന്നത് എന്നുള്ള ഒറ്റൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എയില് വിൽ ബി എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്, വിൽ ബി ഡെലിവറിങ്, സോ ദാറ്റ് ഈസ് റോങ്. ഓപ്ഷൻ സിയില് വുഡ് ബി എന്നാണ് തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് ഓൾസോ റോങ്. വുഡ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യാം? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓപ്ഷൻ ഡിയിലോ സി വുഡ് ഡെലിവർ എന്നുള്ളതാണ്, സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഏതാ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ദ ഷോപ്പ് വിൽ ഡെലിവർ ദ ക്ലോത്ത്സ് ഓൺ മൺഡേ. ഓക്കെ, അപ്പോൾ വിൽ ബി ആണ് പാസീവ് വോയിസിലുള്ളത് എന്നുണ്ടെങ്കിൽ അത് വിൽ ആയിട്ടാണ് മാറുന്നത്. ക്യാൻ ബി ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ക്യാൻ ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, ഷോൾ ബി ആണെങ്കിൽ ഷോൾ ആയിട്ടാണ് മാറുന്നത്. ഈ കാര്യം നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ ആന്റണിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് റീഡ് ദ സെന്റൻസ് ഗിവൻ. Failure to carry hall ticket to the exam is considered as a trivial issue. ഓക്കെ, അപ്പം ഹോൾ ടിക്കറ്റ് എക്സാം ഹാളിലോട്ട് കൊണ്ടുവരാതിരിക്കുന്നത് ഒരു ട്രൈവിയൽ ഇഷ്യൂ ആണ് എന്നാണ് പറയുന്നത്. ട്രൈവിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, സില്ലി ആയിട്ടുള്ള ഒന്നാണ് ട്രൈവിയൽ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ തന്നിരിക്കുന്ന വാക്കുകൾ നോക്കിക്കേ. അണ്ടർ റേറ്റഡ്, കൈൻഡ്, പ്രോബ്ലമാറ്റിക്, അൺസീരിയസ്. ഓക്കെ, അപ്പോൾ സീരിയസ് അല്ലാത്ത ഒന്നാണ് ട്രൈവിയൽ. അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് എന്തായിരിക്കും? ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് സീരിയസ്. ഓക്കെ, now let's move on. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതൊരു ഇഡിയം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ദ ഇഡിയം ഇസ് ഓൾ ഐസ്. ഓക്കെ, ഓൾ ഐസ് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഈസ് ഇറ്റ് വാച്ചിങ് വിത്ത് ആങ്കർ, ഓർ വാച്ചിങ് ഈഗർലി, ഓർ വാച്ചിങ് വിത്ത് നോ ഇൻട്രസ്റ്റ്, ഓർ നോട്ട് വാച്ചിങ് അറ്റ് ഓൾ? ഓക്കെ, സോ ഇവിടെ ഓൾ ഐസ് പറഞ്ഞാൽ ഐ എം ഓൾ ഐസ് ഫോർ വാച്ചിങ് യുവർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഐ എം വാച്ചിങ് ഈഗർലി. ഓക്കെ, ഞാൻ വളരെ ഈഗർ ആയിട്ടാണ്, വളരെ ആകാംക്ഷയോടെയാണ് നിന്റെ പെർഫോമൻസ് കാണുന്നത്. ഓക്കെ, എന്നുള്ള ഒരു മീനിങ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓൾ ഐസ് എന്ന് പറഞ്ഞാൽ വാച്ചിങ് ഈഗർലി എന്നുള്ളതാണ്. ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാലോ ഐ എം ലിസണിങ് വാട്ട് എവർ യു ആർ സേയിങ് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, സോ ഓൾ ഐസ് മീൻസ് വാച്ചിങ് ഈഗർലി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമുക്കുള്ളത് ഒരു പാരജമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന 4 സെന്റൻസസ് ലൈക്ക് ജംബിൾഡ് ഓർഡറിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിലോട്ട് ചേഞ്ച് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് സി തന്നിരിക്കുന്ന ലൈക്ക് ആദ്യത്തെ സെന്റൻസ് എങ്ങനെയാണ്? വെൻ ദിസ് എക്സ്ട്രാ വാട്ടർ വേപ്പർ കണ്ടൻസസ് ഇൻ ടു പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, അപ്പം ഈ എക്സ്ട്രാ വാട്ടർ വേപ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പം ഈ ദിസ് എക്സ്ട്രാ വാട്ടർ വേപ്പർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ വാട്ടർ വേപ്പറിനെ കുറിച്ച് മുന്നേ പ്രതിപാദിച്ചിരിക്കണമല്ലോ. സോ ഒബ്വിയസ്ലി സെന്റൻസ് എ എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ സെന്റൻസ് അല്ല. ഓക്കെ, അപ്പം ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എയിലും ഓപ്ഷൻ സിയിലും എ എന്നുള്ള സെന്റൻസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ബോത്ത് ആർ റോങ്. ഓക്കെ, ഇനി ഓപ്ഷൻ ബി നോക്കിക്കേ. ഡി സി എന്ന് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ഡിയും ഡി സി എന്ന് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് ഉറപ്പിക്കാം, ഡി ആണ് നമ്മുടെ ആദ്യത്തെ സെന്റൻസ്. ഓക്കെ, അപ്പം ആദ്യത്തെ സെന്റൻസ് നോക്കിക്കേ. വൺ ഓഫ് ദ മോസ്റ്റ് ഒബ്വിയസ് ഇൻഡിക്കേഷൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് ഹെവിയർ റെയിൻഫോൾ. ഓക്കെ, അപ്പം ഇതൊരു പുതിയ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ്. സോ ഒബ്വിയസ്ലി ഡി ആണ് നമ്മുടെ ആദ്യത്തെ സെന്റൻസ് ആയിട്ട് വരുന്നത്. അതിനുശേഷം വരുന്നത് സി ആണ്. സിയിൽ എന്താ പറയുന്നേ? മോർ വാട്ടർ ഇവാപ്പറേറ്റ്സ് ഫ്രം സോയിൽ, പ്ലാന്റ്സ്, ലേക്സ് ആൻഡ് സീസ് ആസ് ദ അറ്റ്മോസ്ഫിയർ വാർംസ്. ഓക്കെ, അപ്പം അന്തരീക്ഷം ചൂടുപിടിക്കുന്നതോട് കൂടിയിട്ട് മണ്ണിൽ നിന്ന്, ചെടികളിൽ നിന്ന്, അതുപോലെ കായലുകളിൽ നിന്ന്, അതുപോലെ
കടലുകളിൽ നിന്ന് ഒക്കെ വെള്ളം ലൈക്ക് നീരാവിയായിട്ട് ഇവോപ്പറേറ്റ് ചെയ്ത് പോവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഇതിന് ശേഷം ഏതാണ് വരേണ്ടത്? ഇസ് ഇറ്റ് എ ഓർ ബി എന്നതാണ് ചോദ്യം. സോ ബിയിൽ എന്താ പറയുന്നതെന്ന് നോക്കിക്കേ. ദ അറ്റ്മോസ്ഫിയർ ക്യാൻ സ്റ്റോർ എൻ അഡീഷണൽ 4% ഓഫ് വാട്ടർ വേപ്പർ ഫോർ എവറി അഡീഷണൽ ഫാരൻഹീറ്റ് ഓഫ് വാർമിംഗ് എന്നതാണ് പറയുന്നത്. സോ അറ്റ്മോസ്ഫിയറിന് 4% അഡീഷണൽ വാട്ടർ വേപ്പർ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. എയിലാണെങ്കിലോ ഈ എക്സ്ട്രാ വാട്ടർ വേപ്പർ എന്നാണ് പറയുന്നത്. സോ ഒബ്വിയസ്ലി ബിക്ക് ശേഷം വേണം എ വരാനായിട്ട്. സോ our answer is D, C, B, A and our correct option is option B. Now let's move on. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. തന്നിരിക്കുന്ന സെന്റൻസ് ഗിവൻ ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. ഈസ് ഇറ്റ് പിയേഴ്സിംഗ് ഓർ സ്ലീക്ക് ഓർ പൈ ഓർ ഇച്ച് എന്നതാണ് ചോദ്യം. സോ ഹിയർ our answer is option A, that is പിയേഴ്സിംഗ്. കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്താ? പിയേഴ്സിംഗിന്റെ PIERCING ആണ്. പിയേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പിയേഴ്സിംഗ് ഓഫ് നോസ്. മൂക്ക് കുത്തുന്നതിനെയാണ് പിയേഴ്സിംഗ് ഓഫ് നോസ് എന്ന് പറയുന്നത്. അപ്പം തുളയുണ്ടാക്കുന്നതിനെയാണ് പിയേഴ്സിംഗ് എന്ന് പറയുന്നത്. നൗ സ്ലീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് സ്മൂത്ത് ആൻഡ് ഗ്ലൈഡിങ്, പോളിഷിംഗ് ആയിട്ടുള്ള ലൈക്ക് ഗ്ലൈഡിങ് ആയിട്ടുള്ള വഴുവഴുന്നനെയുള്ള ഒന്നിനെയാണ് നമ്മൾ സ്ലീക്ക് എന്ന് പറയുന്നത്. പൈ എന്ന് പറഞ്ഞാലോ അതൊരു ബേക്ക്ഡ് ഡിഷാണ്. കഴിക്കാനായിട്ട് പറ്റുന്ന ബേക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റത്തിനെയാണ് പൈ എന്ന് പറയുന്നത്. ഇച്ച് എന്ന് പറഞ്ഞാൽ ഇച്ചിങ് ഓഫ് സ്കിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ലൈക്ക് ചൊറിച്ചിലിനെയാണ് നമ്മൾ ഇച്ച് എന്ന് പറയുന്നത്. സോ ഹിയർ our answer is option A. Now let's move on. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇഫ് യു ട്രൈ ടു ഡു സംതിങ് എവറി ഡേ യു വിൽ ഡാഷ് പ്രോഗ്രസ്. അപ്പോൾ യു വിൽ ഹോൾഡ് പ്രോഗ്രസ് ആണോ, ഗെറ്റ് പ്രോഗ്രസ് ആണോ, മേക്ക് പ്രോഗ്രസ് ആണോ, ക്യാച്ച് പ്രോഗ്രസ് ആണോ എന്നതാണ് ചോദ്യം. സോ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു കൊളൊക്കേഷൻ ആണ്. അപ്പോൾ കൊളൊക്കേഷന്റെ കേസിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കൊളൊക്കേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? വെർബ് പ്ലസ് നൗൺ കൊളൊക്കേഷൻ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഹോൾഡ് പ്രോഗ്രസ് എന്ന് വരുമോ, ഗെറ്റ് പ്രോഗ്രസ് എന്ന് വരുമോ, മേക്ക് പ്രോഗ്രസ് എന്ന് വരുമോ, ക്യാച്ച് പ്രോഗ്രസ് എന്ന് വരുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് മേക്ക് പ്രോഗ്രസ്. മേക്ക് പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒരു കൊളൊക്കേഷൻ ആണ് ഇൻ ഇംഗ്ലീഷ്. സോ ഓപ്ഷൻ സി ഈസ് our answer. Now let's move on. അടുത്തത് ഒരു ഇഡിയം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. സോ ദ ഗിവൻ ഇഡിയം ഇസ് ഇൻ വീൽ ആൻഡ് വോ. അപ്പം വീൽ ആൻഡ് വോ എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇൻ സാഡ് ആൻഡ് ഗ്ലൂമി ഡേയ്സ്. വളരെ സങ്കടകരമായിട്ടുള്ള ദിവസങ്ങളെയാണോ സൂചിപ്പിക്കുന്നത്? ഓർ ഇൻ ഹാപ്പിനെസ് ആൻഡ് ഗുഡ് ടൈംസ്, വളരെ നല്ല സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളെയാണോ? ഓർ ഇൻ പ്രോസ്പെരിറ്റി ഇൻ അഡ്വേഴ്സിറ്റി, സമൃദ്ധിയിലും അതുപോലെ സന്താപത്തിലും എന്നുള്ള മീനിങ് ആണോ വരുന്നത്? ഓർ ഇൻ ഡെസ്പെയർ ആൻഡ് ഫെയിലിയർ, നിരാശയിലും ലൈക്ക് തോൽവിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡിയം ആണോ ഇൻ വീൽ ആൻഡ് വോ എന്നതാണ് ചോദ്യം. സോ ഹിയർ our answer is option C, that is in prosperity in adversity. സമൃദ്ധിയിലും നല്ല കാലത്തും അതുപോലെ ലൈക്ക് നന്നല്ലാത്ത കാലത്തും ഒരുപോലെയുള്ള ഒന്നിനെ നല്ലതും നന്നല്ലാത്തതും അപ്സ് ആൻഡ് ഡൗൺസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇറ്റ് ഈസ് applicable over here too. So in wheel and woe means in prosperity and adversity. Now let's move on. ഇനിയുള്ളത് ഒരു പാരജമ്പൽ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു സെന്റൻസിനെ ഇവിടെ 5 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം ഫിക്സ് ചെയ്ത് ഇവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് വൈൽ ഫിസിക്കൽ മൂവ്മെന്റ്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് 4 ഡിഫറെന്റ് സെന്റൻസ് സെഗ്മെന്റ്സ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം അത് ജംബിൾഡ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. സോ നമുക്കത് കറക്റ്റ് ഓർഡറിൽ മാറ്റണം. സോ വൈൽ ഫിസിക്കൽ മൂവ്മെന്റ് എന്നതിന് ശേഷം ഏത് വരും? ഇസ് ഇറ്റ് ആക്ടിവിറ്റീസ് മേ നോട്ട് റിക്വയർ ഫിസിക്കൽ എന്നാണോ? അതോ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻ ഓർ ലേണിംഗ് ആണോ? അതോ ദ പാർട്ട് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആണോ? അതോ മൂവ്മെന്റ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഓൺ എന്നതാണ് ചോദ്യം. സോ വൈൽ ഫിസിക്കൽ മൂവ്മെന്റ് എന്നതിന് ശേഷം വീണ്ടും മൂവ്മെന്റ് എന്ന് വരില്ല. സോ എസ് വരില്ല. ഇനി വൈൽ ഫിസിക്കൽ മൂവ്മെന്റ് ദ പാർട്ട് എന്ന് വരില്ല, കാരണം അത് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള മീനിങ് ആണ് തരുന്നത്. സോ ആറും അല്ല ആദ്യത്തേത്. ഇനി വൈൽ ഫിസിക്കൽ മൂവ്മെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻ എന്നുള്ളത് ഗ്രാമാറ്റിക്കലി സ്മൂത്ത് ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ലൈക്ക് ഭാഗമാണ് അല്ലേ? സോ വൈൽ ഫിസിക്കൽ മൂവ്മെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻ എന്ന് വരാം. സോ ക്യൂ ആണ് നമ്മുടെ ആദ്യത്തെ സെന്റൻസ് ആയിട്ട് വരുന്നത്. സോ ക്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഒന്ന് സിയും ഒന്ന് ഡിയും ആണ്. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമുക്ക് ഇവിടെ ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. ഇനി സിയിൽ പറയുന്നത് ക്യൂ കഴിഞ്ഞ് എസ് വരും എന്നുള്ളതാണ്. ഡിയിൽ ക്യൂ കഴിഞ്ഞ് പി വരും എന്നാണ് പറയുന്നത്. സോ ക്യൂ കഴിഞ്ഞ് എസ് വരുമോ എന്ന് നോക്കാം. വൈൽ ഫിസിക്കൽ മൂവ്മെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻ, ഓൾ ലേണിംഗ് മൂവ്മെന്റ് എന്ന് വരുമോ? ഓൾ ലേണിംഗ് ആക്ടിവിറ്റീസ്
ആക്ടിവിറ്റീസ് എന്ന് വരുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ഹിയർ ഒബ്വിയസ്ലി നമുക്കറിയാം ഓൾ ലേണിംഗ് മൂവ്മെന്റ് എന്നല്ല വരിക, ഓൾ ലേണിംഗ് ആക്ടിവിറ്റീസ് എന്നാണ് വരിക അല്ലേ. സോ ആഫ്റ്റർ ക്യൂ വി നീഡ് ടു മേക്ക് യൂസ് ഓഫ് പി. ഓക്കെ, സോ എങ്ങനെ വരും? ക്യൂ കഴിഞ്ഞ് പി വരുന്ന കേസ് ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് എങ്ങനെ വരുമെന്ന് നോക്കൂ. വൈൽ ഫിസിക്കൽ മൂവ്മെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻ, ഓൾ ലേണിംഗ് ആക്ടിവിറ്റീസ് മേ നോട്ട് റിക്വയർ physical movement and facial expressions on the part of teachers and students എന്ന് വരും. Okay, now let's move on. അടുത്തത് ഒരു idiom related ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നോക്കാം, the given idiom is a green horn. ഓക്കെ, അപ്പോൾ ആ ഗ്രീൻ ഹോൺ എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഈസ് ഇറ്റ് എൻ അൺഎഡ്യൂക്കേറ്റഡ് പേഴ്സൺ? ഓക്കെ, എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളെയാണോ? അതോ ഇൻഎക്സ്പീരിയൻസ്ഡ് പേഴ്സൺ, വളരെ നെയ്വ് ആയിട്ടുള്ള ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെയാണോ? ക്ലെവർ പേഴ്സൺ, വളരെ ക്ലെവർ ആയിട്ടുള്ള ഒരാളെയാണോ? ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളെയാണോ? അതോ സ്കിൽഡ് പേഴ്സൺ, കഴിവുള്ള ഒരാളെയാണോ എന്നതാണ് ചോദ്യം. So over here our answer is option B, that is inexperienced person. Okay, see green related ആയിട്ടുള്ള ഏതാനും ലൈക്ക് idioms ഉണ്ട്, ഇതല്ലാതെ മറ്റ് idioms ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്രീൻ വിത്ത് envy എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബീയിങ് ജെലസ് എന്നുള്ളതാണ്. ഗ്രീൻ തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് a person who is good at gardening എന്നുള്ളതാണ്. ഗാർഡനിങ്ങിൽ നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ആ ഗ്രീൻ തം എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക്വൈസ് ഗിവിങ് എ ഗ്രീൻ ലൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗിവ് പെർമിഷൻ ഫോർ സംതിങ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രീൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഏതാനും ഇഡിയംസും ഇംഗ്ലീഷിൽ ഉണ്ട്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. Now let's see the next question. So select the correct direct form of the given sentence എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ഫോം ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ തന്നിരിക്കുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. സോ the given sentences, he said that something might be missing in there. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട രണ്ട് വേർഡ്സ്, ഒന്ന് മൈറ്റ് എന്നുള്ളതാണ്, ലൈക്ക്വൈസ് അടുത്തത് ദേർ എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ മൈറ്റ് എന്നുള്ളത് ഡയറക്റ്റ് ഫോമിലോട്ട് മാറുന്ന സമയത്ത് മേ എന്നായിട്ടാണ് മാറുന്നത്. ഓക്കെ, ലൈക്ക്വൈസ് ദേർ എന്നുള്ളത് ഹിയർ ആയിട്ടാണ് മാറുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ ആൻസർ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, നോക്കിക്കേ, ഹി സെഡ് സംതിങ് മേ ബി മിസ്സിങ്. ഓക്കെ, ഇവിടെ ബി ഉണ്ട്, സോ മേ ബി എന്നുള്ള ഫോം ഇവിടെ വരുമോ? അതോ ഹാഡ് ടു ബി മിസ്സിങ് എന്ന് വരുമോ? അതോ ഈസ് ബീൻ മിസ്സിങ് എന്ന് വരുമോ? അതോ കുഡ് ബി മിസ്സിങ് വരുമോ എന്നതാണ് ചോദ്യം അല്ലേ. സോ ഇവിടെ നമുക്കറിയാം മേ ആണ് വരേണ്ടത്, സോ ഒബ്വിയസ്ലി ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഇവിടെ ദേറിന് പകരം വരേണ്ടത് ഹിയർ ആണ്, സോ ഒബ്വിയസ്ലി ഇവിടെ ഹിയർ ആണ് വന്നിരിക്കുന്നത്. സോ വിതൗട്ട് എനി ഡൗട്ട് വി ക്യാൻ അഫേം ദാറ്റ് അവർ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതൊരു സ്പെല്ലിംഗ് എറർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന 4 സെന്റൻസസിൽ സ്പെല്ലിംഗ് എറർ ഇല്ലാത്ത സെന്റൻസ് ഏത് എന്നതാണ് ചോദ്യം. സോ ലെറ്റ്സ് റീഡ് ദ സെന്റൻസ്. മെനി കമ്മ്യൂണിറ്റീസ് ഇൻ ദ വേൾഡ് സ്റ്റിൽ ഫീൽ ദാറ്റ് their voices and position has been disenfranchised എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ disenfranchised എന്നുള്ള ഈ ഒരു വാക്ക്, ഇത് 4 തരത്തിലാണ് 4 സെന്റൻസസിലും തന്നിരിക്കുന്നത്. സോ ഇതിന്റെ കൃത്യമായിട്ടുള്ള സ്പെല്ലിംഗ് ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ ഡിസ് എന്ന് പറയുമ്പം DIS എന്ന് വേണം വരാനായിട്ട് അല്ലേ. സോ ഇവിടെ ഡിസ് ആണ്, DIS ആണ്, സോ ഇത് വരാം. ഇനി ഇത് രണ്ടെണ്ണം നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം, ബിയും സിയും, കാരണം അതിൽ DYS ആണ് വന്നിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഡിസ്എൻഫ്രാഞ്ചൈസ്ഡ് എന്നുള്ള വാക്കിന്റെ സ്പെല്ലിംഗ് DYS അല്ല. ഓക്കെ, ഇനി എ ആണോ ഡി ആണോ എന്ന് നമുക്ക് നോക്കാം. സി ഇവിടെ തന്നിരിക്കുന്ന വേർഡിൽ DISS ആണ് വന്നിരിക്കുന്നത്, പക്ഷെ നമുക്ക് സിംഗിൾ എസ് മതി അല്ലെ. ഡിസ് എന്നതിന് ശേഷം എൻഫ്രാഞ്ചൈസ്ഡ് എന്നാണ് വന്നിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നോട്ട് ഓപ്ഷൻ ഇ. ഓക്കെ, സോ എങ്ങനെ വരും ഡിസ്എൻഫ്രാഞ്ചൈസ്ഡ് എന്നുള്ള വാക്കിന്റെ കൃത്യമായിട്ടുള്ള സ്പെല്ലിംഗ് നോക്കൂ, DISENFRANCHISED എന്ന് വരും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമുക്കുള്ളത് ഒരു ഗ്രാമാറ്റിക്കൽ എറർ കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. സോ ലെറ്റ്സ് റീഡ് ദ സെന്റൻസ്. He used to reply that the only place for which he went was a town library. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന സെന്റൻസ് 4 സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് സെഗ്മെന്റിലാണ് ഗ്രാമാറ്റിക്കൽ എറർ ഉള്ളത് എന്നതാണ് ചോദ്യം. ഹി യൂസ് ടു റിപ്ലൈ എന്നുള്ളത് എറർ ഫ്രീ ആണ്. ദാറ്റ് ഓൺലി പ്ലേസ് എന്നുള്ളതും എറർ ഫ്രീ ആണ്.
ഫോർ വിച്ച് ഹി വെൻറ്റ് എന്നുള്ള ഭാഗത്താണ് നമുക്ക് എറർ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ലൈക്ക് പ്ലേസിലോട്ട് അല്ലെ, ഏത് പ്ലേസ് ആണ്? ടൗൺ ലൈബ്രറി ആണ്. അപ്പം ഒരു പെർട്ടിക്കുലർ പ്ലേസിലോട്ട് എന്ന് കാണിക്കാനായിട്ട്, ഡെസ്റ്റിനേഷൻ കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫോർ എന്നുള്ള പ്രപ്പോസിഷന് പകരം ടു ആണ്. ഓക്കെ, സോ ഹി യൂസ് ടു റിപ്ലൈ ദാറ്റ് ദ ഓൺലി പ്ലേസ് ടു വിച്ച് ഹി വെൻറ്റ് വാസ് ദ ടൗൺ ലൈബ്രറി എന്ന് വേണം വരാനായിട്ട്. ഓക്കെ, അപ്പം എവിടെയാണ് നമ്മൾ ഈ ഫോർ യൂസ് ചെയ്യുക? ഫോർ എന്നുള്ള പ്രപ്പോസിഷൻ നമ്മൾ എപ്പോഴും ഒരു പീരീഡ് ഓഫ് ടൈമിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, പീരീഡ് ഓഫ് ടൈമിൻ്റെ കൂടെ. ലൈക്ക് വൈസ് സിൻസ് എന്നുള്ള വേർഡ്, ഓക്കെ, സിൻസ് എന്നുള്ളത് എപ്പോഴും നമ്മളൊരു പോയിന്റ് ഓഫ് ടൈമിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർഡാണ്. ഓക്കെ, പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, ടു എന്നുള്ളത് ഡെസ്റ്റിനേഷൻ കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനണിം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പൊ സെയിം മീനിങ് വരുന്ന വാക്ക് ഇവിടെ തന്നിരിക്കുന്ന, അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന വാക്ക് സ്പൊറാഡിക് എന്നുള്ളതാണ്. അപ്പം ഈ വാക്കിന്റെ സിമിലർ ആയിട്ട് മീനിങ് വരുന്ന, സിനണിമസ് ആയിട്ട് വരുന്ന വാക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏത് എന്നതാണ് ചോദ്യം. സോ സ്പൊറാഡിക് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ലാത്ത, ഓക്കെ, ഇറഗുലർ ഇന്റർവെൽസിൽ നടക്കുന്ന ഒന്നിനെയാണ് നമ്മൾ സ്പൊറാഡിക് എന്ന് പറയുന്നത്. സോ ദ ഗിവൻ സെന്റൻസസ്, ദ സ്പൊറാഡിക് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ഇൻവിജിലേറ്റേഴ്സ് ഡിസ്ട്രാക്റ്റഡ് ദ എക്സാമിനി എന്നുള്ളതാണ്. സോ ദ ഗിവൻ ഓപ്ഷൻസ് ആർ കണ്ടിന്യൂസ്, ഇൻഡയറക്റ്റ്, റെപ്പിറ്റേറ്റീവ് ആൻഡ് ഒക്കേഷണൽ. സോ ഇവിടെ ഈ സ്പൊറാഡിക് എന്നുള്ള വാക്കിന് സിനണിമായിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ഒക്കേഷണൽ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് മാത്രം അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം എന്നുള്ള മീനിങ് ആണ് ഒക്കേഷണലിനുള്ളത്. സോ ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതൊരു ഫ്രേസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ദ ഗിവൻ സെന്റൻസസ്, രാജൻ ഇസ് ഹാവിംഗ് 3 brothers and 3 sisters. ഓക്കെ, അപ്പൊ രാജന് 3 ബ്രദേഴ്സും 3 സിസ്റ്റേഴ്സും ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. സോ ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ വേണ്ടത് പൊസഷൻ കാണിക്കാനായിട്ടുള്ള ഒരു വേർബാണ്. ഓക്കെ, സോ ഈസ് ഹാവിങ്ങിന് പകരം നമുക്ക് വേണ്ടത് ഹാസ് എന്നുള്ള വാക്കിന്റെ യൂസേജ് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? രാജൻ ഹാസ് 3 brothers and 3 sisters എന്ന് വേണം വരാനായിട്ട്. Okay, so here our answer is option B. Clear? Now let's move on. അടുത്തത് നോക്കിക്കേ. സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൻ സെന്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഒരു ഡയറക്റ്റ് ലൈക്ക് സ്പീച്ചിലുള്ള സെന്റൻസ് ആണ്. ഷീ സെഡ് I am in no mood to work now. ഓക്കെ, അപ്പം നമ്മൾ ഈ സെന്റൻസിൽ ഫോക്കസ് ചെയ്യേണ്ട 2 വാക്കുകളുണ്ട്. ഒന്ന് ഐ എന്നുള്ള പ്രൊനൗൺ ആണ്, രണ്ടാമത്തേത് നൗ എന്നുള്ള വാക്കാണ്. ഓക്കെ, അപ്പം നൗ എന്നുള്ള വാക്ക് ലൈക്ക് ഇൻഡയറക്റ്റ് ഫോമിലോട്ട് മാറുന്ന സമയത്ത് അത് ദെൻ എന്നായിട്ടാണ് മാറുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ലൈക്ക് വൈസ് ഇവിടെ ഐ എന്നുള്ളത് ഷീ ആണ് ഇവിടെ പറയുന്നത് അല്ലേ, ഷീ സെഡ് എന്നാണ് പറയുന്നത്. സോ ഒബ്വിയസ്ലി ഐ എന്നുള്ളത് മാറി ഷീ എന്നാവുന്നു എന്നുള്ളതും നമുക്കറിയണം. ഓക്കെ, സോ ഐ എന്നുള്ളതിൻ്റെ കൂടെ ആം വന്നു, പക്ഷെ ഷീ ആണെങ്കിലോ ഷീ എന്താണ് വരേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഈ തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടെൻസിലാണ് എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, സോ ഷീ സെഡ് I am in no mood to work now. അപ്പം ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പം ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പം സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്റ്റ് ടെൻസ്, അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലോട്ടാണ് മാറ്റേണ്ടത്. ഓക്കെ, അപ്പം പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഷീ ഈസ് എന്ന് വന്നേനെ, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുമ്പം അത് എന്തായിട്ട് മാറും? ഷീ വാസ് എന്നായിട്ട് മാറും. ഓക്കെ, അപ്പം ഇവിടെ ഷീ വാസ് in no mood to work then എന്ന് വേണം നമ്മുടെ ആൻസർ ആയിട്ട് വരാനായിട്ട്. സോ നോക്കിക്കേ, ഫസ്റ്റ് വണ്ണിൽ ഷീ സെഡ് ദാറ്റ് ഷീ ഹാസ് ബീൻ എന്നാ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തേൽ വാസ് വന്നിട്ടുണ്ട്, മൂന്നാമത്തേതിൽ ഷീ വാസ് തന്നെയാണ് വന്നിരിക്കുന്നത്, നാലാമത്തേതിൽ ഷീ ഹാസ് ബീൻ ആണ്. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ഇനി ഓപ്ഷൻ ബിയിലും സിയിലും വാസ് വന്നിട്ടുണ്ട് അല്ലെ, ഷീ വാസ് എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ നോക്കിക്കേ, നൗവിന് പകരം ദെൻ എന്ന് വേണം വരാനായിട്ട്. പക്ഷെ ബിയിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? നൗ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് റോങ്. സോ ഹിയർ അവർ ആൻസർ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഇൻ no mood to work then. Okay, now let's move on. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതൊരു വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ തന്നിരിക്കുന്ന സെന്റൻസ് പാസീവ് വോയിസിലാണ്. അപ്പം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആക്റ്റീവ് ഫോം ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നോക്കാം. ഹാസ് ദ വില്ല ബീൻ ഓക്യുപൈഡ് ബൈ ദം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 2 വേർഡ്സ്, ഒന്ന് ഹാസ് ആണ്, പിന്നെ ഒന്ന് ബീൻ ആണ്. ഓക്കെ, അപ്പം
പാസീവ് വോയിസിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മുടെ ആക്റ്റീവ് വോയിസിൽ എങ്ങനെ വരണം? ഹാവിൻ്റെയോ ഹാസിൻ്റെയോ യൂസേജ് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ദ വില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ദെൻ ദെം എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. സോ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് വേണം ലൈക്ക് നമ്മുടെ പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആയിട്ട് വരാനായിട്ട്. സോ ദെം എന്നുള്ളത് ദേ എന്നായിട്ട് മാറുന്നുണ്ട്. സോ 4ലും ദേ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇനി ദേ എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. സോ ദേ എന്നുള്ളത് പ്ലൂരൽ ആണ് എന്ന് നമുക്കറിയാം. പ്ലൂരൽ ആകുമ്പോൾ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? സിംഗുലർ ആണെങ്കിൽ ഹാസ് യൂസ് ചെയ്യാമായിരുന്നു. ഇവിടെ ദേ എന്നുള്ളത് പ്ലൂരൽ ആണ്. സോ ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നു. സോ ഹാവ് ദേ ഓക്യുപ്പൈഡ് ദ വില്ല എന്ന് വേണം നമ്മുടെ ആൻസർ വരാനായിട്ട്. ഓക്കെ, സോ ഹിയർ our answer is option C. Clear? Now let's move on. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഒരു ഗ്രാമാറ്റിക്കൽ എറർ കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. സോ ഡ്യൂറിങ് ആൻ എർത്ത് ക്വേക്ക് ഇറ്റ് ഈസ് അഡ്വൈസ് ടു ടേക്ക് കവർ അബവ് എ ടേബിൾ ടു സേവ് യുവർ ലൈഫ്. ഓക്കെ, അപ്പോൾ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഡ്യൂറിങ് ആൻ എർത്ത് ക്വേക്ക് ഇറ്റ് ഈസ് അഡ്വൈസ് ദാറ്റ് സാധാരണ അഡ്വൈസ് കൊടുക്കാറുള്ളത് എന്താണ്? ടു ടേക്ക് കവർ എബവ് എ ടേബിൾ. അപ്പം ലൈഫ് സേവ് ചെയ്യാനായിട്ട് ലൈക്ക് നമ്മൾ എവിടെ അഭയം പ്രാപിക്കണം? ടേബിളിന് കീഴിലാണ് സാധാരണയായിട്ട് അഭയം പ്രാപിക്കേണ്ടത് അല്ലേ? പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അബവ് എ ടേബിൾ എന്നുള്ളതാണ്. സോ ഇവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക് വരുന്നത്. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് ദ പ്രപ്പോസിഷൻ എബവ് വി നീഡ് ടു മേക്ക് യൂസ് ഓഫ് ദ പ്രപ്പോസിഷൻ അണ്ടർ. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ്? ഡ്യൂറിങ് ആൻ എർത്ത് ക്വേക്ക് ഇറ്റ് ഈസ് അഡ്വൈസ് ടു ടേക്ക് കവർ അണ്ടർ എ ടേബിൾ ടു സേവ് യുവർ ലൈഫ് എന്ന് വരണം. ഓക്കെ, സോ ഓവർ ഹിയർ our answer is option A. Clear? Now let's move on. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതൊരു ഫ്രേസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹി വാസ് ലുക്കിംഗ് ഇൻ ടു ഹിസ് ബുക്ക് ഫോർ ദ ലാസ്റ്റ് 2 hours ബട്ട് കുഡ്ന്റ് ഫൈൻഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അവൻ കഴിഞ്ഞ 2 മണിക്കൂറോളം അവൻ്റെ ബുക്കിന് വേണ്ടി തിരയുകയായിരുന്നു, പക്ഷേ അവന് കിട്ടിയിട്ടില്ല അത് എന്നതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ലുക്കിംഗ് ഇൻ ടു ഹിസ് ബുക്ക് എന്നതിന് പകരം വരേണ്ടത് എന്ത്? ഇസ് ഇറ്റ് ലുക്കിംഗ് ഡൗൺ ഓൺ ഹിസ് ബുക്ക്, ഓർ ലുക്കിംഗ് അബവ് ഹിസ് ബുക്ക്, ഓർ ലുക്കിംഗ് ഫോർ ഹിസ് ബുക്ക്, ഓർ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ബുക്ക്? അപ്പോൾ സെർച്ച് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് വരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലുക്കിംഗ് ഫോർ എന്നുള്ള ഒരു പർട്ടിക്കുലർ യൂസേജ് ആണ്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, ലുക്കിംഗ് ഫോർ ഹിസ് ബുക്ക്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് എങ്ങനെ വരും? ഹി വാസ് ലുക്കിംഗ് ഫോർ ഹിസ് ബുക്ക് ഫോർ ദ ലാസ്റ്റ് 2 hours ബട്ട് കുഡ്ന്റ് ഫൈൻഡ് ഇറ്റ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, അപ്രോപ്രിയേറ്റ് വേർഡ് സെഗ്മെന്റ് കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ട് മീനിങ് വരുന്ന വേർഡ് സെഗ്മെന്റ് തന്നിരിക്കുന്നതിൽ ഏത് എന്നതാണ് ചോദ്യം. ഓക്കെ, so let's read the sentence. Pintu has been advised to reduce smoking by his family doctor. ഓക്കെ, അപ്പം പിന്റുവിന് കിട്ടിയ അഡ്വൈസ് എന്താണ്? ഫാമിലി ഡോക്ടറുടെ കയ്യിൽ നിന്ന് ടു റെഡ്യൂസ് സ്മോക്കിംഗ്. ഓക്കെ, സ്മോക്കിംഗ് കുറയ്ക്കാനായിട്ടാണ്. അപ്പോൾ റെഡ്യൂസ് എന്നുള്ള വാക്കിന് സിമിലർ ആയിട്ട് വരുന്ന വേർഡ് സെഗ്മെന്റ് ഏത്? ഇസ് ഇറ്റ് കട്ട് ഡൗൺ, ഓർ ലെസ് ഡൗൺ, ഓർ ലോവർ ഡൗൺ, ഓർ അപ്പ് ഡൗൺ? ഓക്കെ, സോ ഇവിടെ റെഡ്യൂസ് എന്നുള്ള വാക്കിന് സിമിലർ ആയിട്ട് വരുന്ന മീനിങ് വരുന്ന ലൈക്ക് വേർഡ് സെഗ്മെന്റ് ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് കട്ട് ഡൗൺ. കട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, കുറയ്ക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഒരു ആന്റണിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, തന്നിരിക്കുന്ന വാക്ക് ഹോസ്പിറ്റാലിറ്റി എന്നുള്ളതാണ്. സോ നമുക്കറിയാം ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആതിഥ്യ മര്യാദയുള്ള അല്ലേ? സോ ദാറ്റ് ഈസ് എ വെരി പോസിറ്റീവ് വേർഡ്. സോ ഈ ഒരു വാക്കിന് ആന്റണിം ആയിട്ട് വരുന്ന വാക്ക് ഏത്? ഇസ് ഇറ്റ് കംപ്ലൈന്റ്, ഓർ കോർഡിയാലിറ്റി, ഓർ കൂൾനെസ്, ഓർ റാത്ത്ഫുൾ? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഹോസ്പിറ്റാലിറ്റി ഇല്ലാത്തൊരവസ്ഥ. ഓക്കെ, അതായത് തീരെ റെസ്പോൺസീവ് അല്ലാത്തൊരവസ്ഥ, ആക്റ്റീവ് അല്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള ഒന്ന് നമുക്കിവിടെ ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് കൂൾ. ഓക്കെ, കൂൾനെസ്, യാതൊരുവിധ റെസ്പോൺസും ഇല്ലാത്ത, ഓക്കെ, ആരെയും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയാണ് നമ്മൾ കൂൾനെസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമുക്ക് ലൈക്ക് നോക്കാനായിട്ടുള്ളത് ഈ തന്നിരിക്കുന്ന 4 സെൻറ്റൻസസിൽ ഏത് സെൻറ്റൻസ് ആണ് ലൈക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആഡ്വേർബ് ഓഫ് മാനറിൻ്റെ യൂസേജ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, കൃത്യമായിട്ട് ആഡ്വേർബ് ഓഫ് മാനർ യൂസ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസ് ഇതിൽ ഏത് എന്നതാണ് ചോദ്യം. സോ ഹി ഡൺ ഹിസ് വർക്ക് റെഗുലർലി എന്നാണോ? ഹി ഹാസ് ജസ്റ്റ് ഡൺ ഹിസ് വർക്ക് എന്നാണോ? ഹി ഡസ് ഹിസ് വർക്ക് കെയർഫുള്ളി എന്നാണോ? അതോ ഹി ഹാസ് ഡൺ ഹിസ് വർക്ക് ഓൺ മൈ ടേബിൾ എന്നുള്ളതാണോ എന്നതാണ് ചോദ്യം. സി
ആഡ്വേർബ് ഓഫ് മാനർ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു കാര്യം നമ്മൾ എങ്ങനെ ചെയ്തു എന്ന് കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, ആഡ്വേർബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വേർബിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ ആഡ്വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് എങ്ങനെ ചെയ്തു എന്നുള്ള അത് കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആഡ്വേർബ് ഓഫ് മാനർ. ഓക്കെ, സോ ഹിയർ അവർ ആൻസർ ഇസ് ഓപ്ഷൻ സി. സി, ഇവിടെ ഹി ഡസ് ഹിസ് വർക്ക് അല്ലേ, അവൻ അവൻ്റെ ജോലി ചെയ്തു. എങ്ങനെ ചെയ്തു എന്നാ പറയുന്നേ? കെയർഫുള്ളി. ഓക്കെ, കെയർഫുള്ളി, വളരെ ശ്രദ്ധിച്ചാണ് അവൻ ജോലി ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ എങ്ങനെ എന്ന് കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആഡ്വേർബ് ഓഫ് മാനർ ആണ് കെയർഫുള്ളി എന്നുള്ള വാക്ക്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സിലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റണിം ഓഫ് ദ വേർഡ് സിങ്സ് ഫ്രം ദ ഗിവൻ സെന്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വാക്ക് തന്നിട്ടുണ്ട് അല്ലേ, സിങ്സ്. ഈ സിങ്സ് എന്നുള്ള വാക്കിന് ആന്റണിമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് മീനിങ് വരുന്ന വാക്ക് തന്നിരിക്കുന്ന ലൈക്ക് സെന്റൻസിൽ 4 വാക്കുകൾ സോർട്ട് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലേത് എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ദ ഗിവൻ സെന്റൻസസ് ഗ്രൂപ്സ് വർക്ക് ടുഗെദർ ടു ക്രിയേറ്റ് ക്രിസ്മസ് പെരേഡ് themes which are then carried out in floats, musical groups and strolling figures എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെന്റൻസ്. ഓക്കെ, അപ്പൊ സിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുങ്ങിത്താഴുക എന്നുള്ള മീനിങ് ആണ് വരുന്നത് അല്ലേ. അപ്പം ഇതിന് പകരം ലൈക്ക് പൊങ്ങിക്കിടക്കുക എന്നുള്ള മീനിങ് വരുന്ന വാക്ക് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പൊ സിങ്സിന്റെ ആന്റണിയുമായിട്ട് വരുന്നത് ഫ്ലോട്ട്സ് ആണോ, ക്രിയേറ്റ് ആണോ, പെരേഡ് ആണോ, സ്ട്രോളിംഗ് ആണോ എന്ന് ചോദിച്ചാൽ വിതൗട്ട് എനി ഡൗട്ട് വി ക്യാൻ സേ ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ഫ്ലോട്ട്സ് അല്ലേ. ലൈക്ക് മുകളിൽ പൊങ്ങി കിടക്കുന്നതിനെയാണ് ഫ്ലോട്ട്സ് എന്ന് പറയുന്നത്. സിങ്സ് എന്ന് പറഞ്ഞാൽ മുങ്ങിത്താഴുന്ന ഒന്നിനെ പറയുന്നു. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതൊരു ലൈക്ക് ഫ്രേസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ദ ഗിവൻ സെന്റൻസസ് ആഫ്റ്റർ ഫിനിഷിംഗ് ഹൈ സ്കൂൾ ഐ പ്ലാൻ ടു പെർസ്യൂയിങ് ലോ. ഓക്കെ, അപ്പോൾ ഹൈസ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലോ പെർസ്യൂ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഐ പ്ലാൻ ടു പെർസ്യൂയിങ് എന്നതിന് പകരം വരേണ്ടത് എന്ത്? ഇസ് ഇറ്റ് നോ സബ്സ്റ്റിറ്റ്യൂഷൻ, ഓർ പ്ലാൻ ടു പെർസ്യൂ, ഓർ പ്ലാൻ ഇൻ പെർസ്യൂ, ഓർ പ്ലാൻ ടു പെർസ്യൂയിങ്? ഓക്കെ, സി, ഇവിടെ ടു എന്നുള്ള വാക്കിന് ശേഷം വരേണ്ടത് V1 ഫോം ഓഫ് ദ വേർബ് ആണ് എന്നുള്ളത് ആണ് നമ്മുടെ റൂൾ. ഓക്കെ, അപ്പോൾ ആ റൂളാണ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പെർസ്യൂയിങ് എന്നതിന് പകരം വരേണ്ടത് പെർസ്യൂ എന്നുള്ള വാക്കാണ്. ഓക്കെ, സോ ടു പെർസ്യൂ എന്ന് വേണം വരാനായിട്ട്. സോ നമ്മുടെ ആൻസർ ഏതാ? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് പ്ലാൻ ടു പെർസ്യൂ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പം നമ്മളിനി ഈ ഒരു സെഷൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. സോ ഇതൊരു ക്ലൂസ് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. ഈ പാസേജിൽ 5 ബ്ലാങ്ക്സ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഈ 5 ബ്ലാങ്ക്സും പ്രോപ്പറായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ വെച്ച് ഫിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൊഹീറൻ്റ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പാസേജ് കിട്ടും. ഓക്കെ, സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് റീഡ് ദിസ്. The modern day student is extremely dash with technology. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥികൾ അല്ലേ, അവരെ ടെക്നോളജിയുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണ് എന്നതാണ് ഇവിടെ പറയുന്നത്. They do read quite a bit because of social media. സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഒരുപാട് വായിക്കുന്നുണ്ട്. ഓക്കെ, while their writing skills may not be top notch. ഓക്കെ, ഇപ്പോൾ റൈറ്റിംഗ് സ്കിൽസ് അത്ര ടോപ്പ് നോച്ച് അല്ലെങ്കിൽ കൂടി they do write courtesy dash affinity to various platforms on the internet. ഇന്റർനെറ്റിലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസിനോടുള്ള അഫിനിറ്റിക്ക് ആണ് ഇതിനുള്ള ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, however one skill that has been dash affected is listening skills. ഓക്കെ, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു സ്കില്ല് ലൈക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലിസണിങ് സ്കിൽസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, they are extremely poor dash listeners. ഓക്കെ, അപ്പം ഇപ്പം നോക്കിയാൽ ഇവരെ വായിക്കുന്നുണ്ടെങ്കിൽ കൂടി ലിസണിങ്ങിൻ്റെ കേസ് വരുമ്പം അവർ ഭയങ്കര പുവർ ലിസണേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് ദിസ് ഇഷ്യൂ ഈസ് നോട്ട് അഡ്രസ്ഡ്, ഓക്കെ, ഈ ഒരു ഇഷ്യൂ അഡ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വാട്ട് വി മേ ബി ഹെഡിങ് ടു ഇൻ ദ ഫ്യൂച്ചർ ഈസ് എ ഹ്യൂജ് ചങ്ക് ഓഫ് പീപ്പിൾ അക്രോസ് ദ ഗ്ലോബ് വിത്ത് പുവർ സ്കിൽസ് ഓഫ് ലിസണിങ് ആൻഡ് എ ഹ്യൂജ് നമ്പർ ഓഫ് പാസീവ് ലിസണേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ലൈക്ക് പ്രോബ്ലം ഇഷ്യൂ ചെയ്യാതെ അഡ്രസ് ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇൻ ഫ്യൂച്ചർ എങ്ങനെയുള്ള വേൾഡാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക? ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ നോട്ട് ഗുഡ് അറ്റ് ലിസണിങ് അറ്റ് ഓൾ. ഓക്കെ, ലിസണിങ് സ്കിൽസ് ഇല്ലാത്ത പുവർ ലിസണേഴ്സ് ആയിട്ടുള്ള ആളുകളെയാണ് ഇനി ഫ്യൂച്ചറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ റിസർച്ചേഴ്സ് സേ ദാറ്റ് ലിസണിങ് ഇസ് ദ പ്രൈം ഇൻഗ്രീഡിയൻറ്റ് ഫോർ എംപതി. ഓക്കെ, എംപതിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ്
ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലൈക്ക് ലിസണിങ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ വേൾഡ് വിൽ ബി ഇൻ എക്സ്ട്രീം പോവർട്ടി ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ഡാഷ് ഓൺ ദ പ്ലാനറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനറ്റിൽ ഇങ്ങനെ എക്സ്ട്രീം പോവർട്ടി ഉണ്ടാവും. പക്ഷെ എന്തിൻ്റെ ടേംസിലാണ് എന്നുള്ളത് നമുക്ക് ആ ബ്ലാങ്ക് ഫിൽ ചെയ്ത് കഴിഞ്ഞാലേ പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹൗ ലിസ്ണിംഗ് ലൈക്ക് സ്കിൽസ് ആർ ഗെറ്റിംഗ് reduced in people എന്നുള്ളതാണ്. Okay, now let's try to fill the blanks one by one. So here is the first one. See, the modern day student is extremely dash with technology. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ സ്റ്റുഡൻസ് എങ്ങനെയുള്ളതാണ്, ലൈക്ക് എക്സ്ട്രീംലി ഹിൻഡേർഡ് വിത്ത് ടെക്നോളജി ആണോ, ഡിസ്കണക്റ്റഡ് വിത്ത് ടെക്നോളജി ആണോ, ഡ്രിയറി വിത്ത് ടെക്നോളജി ആണോ, അതോ സാവി വിത്ത് ടെക്നോളജി ആണോ എന്നതാണ് ചോദ്യം. നമുക്കറിയാം മോഡേൺ ഡേ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ദേ ആർ ടെക് സാവി അല്ലേ. സോ ടെക്നോളജിയോട് ലൈക്ക് അഫിനിറ്റി ഉള്ള ആളുകളാണ്. ദേ ആർ റിയലി കണക്റ്റഡ് വിത്ത് ടെക്നോളജി. ഓക്കെ, സോ ഹിയർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Okay, and here is the next one. Okay, so they do read quite a bit because of social media കാരണം അവർ ഒരുപാട് വായിക്കുന്നുണ്ട്. while their writing skills may not be top notch, അവരുടെ റൈറ്റിംഗ് സ്കിൽസ് അത്രയും എക്സലൻ്റ് ആണ് എന്ന് പറയാനൊന്നും ആവില്ലെങ്കിലും they do write, അവർ എഴുതുന്നുണ്ട്. ഓക്കെ, courtesy to dash affinity. Okay, courtesy to their affinity എന്ന് വരുമോ, courtesy to they are affinity എന്ന് വരുമോ, courtesy to their affinity എന്ന് വരുമോ, courtesy to their affinity എന്ന് വരുമോ എന്നതാണ് ചോദ്യം. അവരുടെ affinity എന്ന് കാണിക്കാനായിട്ട് നമുക്കിവിടെ വേണ്ടത് ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഈസ് their. Okay, now let's move on. അടുത്ത സെന്റൻസ് നോക്കിക്കേ. However, one skill that has been dash affected is listening skills. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു സ്കില്ല് ഓക്കെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലിസ്ണിംഗ് സ്കിൽസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഹാസ് ബീൻ thoroughly affected എന്ന് വരുമോ, ത്രൂ അഫക്റ്റഡ് എന്ന് വരുമോ, ഹോളിസ്റ്റിക്കലി അഫക്റ്റഡ് എന്ന് വരുമോ, ഡെയിലി അഫക്റ്റഡ് എന്ന് വരുമോ. ഓക്കെ, അപ്പം കംപ്ലീറ്റ് ആയിട്ട് എന്ന് കാണിക്കാനായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത് ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഇസ് thoroughly. ഓക്കെ, thoroughly affected is listening skills. Okay, now let's move on to blank number 4. They are extremely poor dash listeners. Okay, അപ്പം they are extremely poor passive listeners ആണോ, active listeners ആണോ, distinctive listeners ആണോ, demonstrative listeners ആണോ എന്നതാണ് ചോദ്യം. ലിസ്ണിംഗ് സ്കിൽസ് കുറയുന്നതോട് കൂടിയിട്ട് ആക്റ്റീവ് ലിസ്ണിംഗ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ഒബ്വിയസ്ലി ഇവിടെ നമുക്ക് എന്ത് വേണം, ആക്റ്റീവ് എന്നുള്ള വേർഡാണ് ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, they are extremely poor active listeners എന്ന് വരും. Okay, now let's move on to the last blank of this closed test. Researchers say that listening is the prime ingredient for empathy and the world will be in extreme poverty in terms of number of dash on the planet. Okay, അപ്പം ലിസണിങ് എമ്പതി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിസണിങ് അത്യാവശ്യമാണ് എന്ന് റിസർച്ചേഴ്സ് പറയുന്നു. അതുകൊണ്ട് തന്നെ എക്സ്ട്രീം പോവർട്ടി ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് എന്തിലാണ് എക്സ്ട്രീം പോവർട്ടി ഉണ്ടാവുക, സിമ്പത്തൈസേഴ്സ് ആണോ, എംപത്തൈസേഴ്സ് ആണോ, ഡോണേഴ്സ് ആണോ, അതോ ക്യാരക്ടേഴ്സ് ആണോ എന്നതാണ് ചോദ്യം. ഒബ്വിയസ്ലി വി ക്യാൻ ചൂസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് എംപത്തൈസേഴ്സ്. ഓക്കെ, എംപത്തൈസേഴ്സിന്റെ കാര്യത്തിലാണ് കുറവുണ്ടാകാനായിട്ട് പോകുന്നത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഐ ഹോപ്പ് വാട്ട് എവർ വി ഹാവ് ഡിസ്കസ് ടുഡേ ഇസ് ക്ലിയർ ഫോർ യു. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് പോകുന്നത്, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു പ്രാക്ടീസ് സോ ദാറ്റ് യു ക്യാൻ എക്സൽ ഇൻ ദിസ് എക്സാമിനേഷൻ. സോ വിത്ത് us, with Entri, try to hone your skills and practice much so that you'll be able to come up with flying colors. Okay, so നിങ്ങളുടെ ഈ CGL എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യുന്നതിനായിട്ട് Entri എല്ലാവിധ ഫീച്ചേഴ്സും ഒരുക്കിയിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് നോട്ട് ഡൗൺലോഡഡ് Entri app, do download it and do join with us so that you'll be able to get all the preparation materials including video classes, mock tests, quizzes and all types of support in terms of live sessions also. Okay, അപ്പം this is a golden opportunity, ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. So make sure that you are joining with us. Okay, so thank you so much for your patient listening. Happy learning.